ഹലോ ഗൈസ്, നമ്മുടെ ടാലി കോഴ്സിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം സംസാരിച്ചിരുന്നു. അതായത് ഈ ഒരു ക്ലാസ് മുതലായിരിക്കും നമ്മുടെ ടാലിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ പോർഷൻസ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഇനിയുള്ള ക്ലാസ് ആയിരിക്കും നമ്മൾ എങ്ങനെയാണ് എൻട്രി പോസ്റ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് വേണ്ട റിപ്പോർട്ട്സ് എങ്ങനെയൊക്കെയാണ് കിട്ടേണ്ടത് മുതലായ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നത് ഇനിയുള്ള ക്ലാസ്സുകളിലായിരിക്കും. നമുക്ക് ജസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് നമ്മൾ പഠിച്ചത് എന്നൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം. ഞാൻ നമ്മുടെ ടാലി എടുക്കുകയാണ്. ഞാൻ ഓൾറെഡി പുണ്യാള ഹെർബത്തീസ് എന്ന് പറയുന്ന കമ്പനി ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ബിഫോർ നമ്മൾ വൗച്ചർ എന്ന് പറഞ്ഞ സെക്ഷനാണ് ഇനിയുള്ള ക്ലാസ്സുകളിൽ എടുക്കാനുള്ളത്. വൗച്ചർ എന്ന സെക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പോർഷൻ വിട്ടിരുന്നു, അതായത് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നൊരു പോർഷൻ. അത് നമ്മൾ ഈ ഒരു ലെക്ചറിൽ ആദ്യം തന്നെ അതൊന്ന് കവർ ചെയ്യും. എന്നിട്ടായിരിക്കും നമ്മൾ വൗച്ചർ എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോവുക. ഓക്കെ, ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്താണ് നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് നോക്കാം. നമ്മൾ ഈ ക്രിയേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് കണ്ടത്. ഇതിൽ ഗ്രൂപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ലെഡ്ജർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, കോസ്റ്റ് സെൻറ്റർ നമ്മൾ ഈ ക്ലാസ്സിൽ എങ്ങനെയാണ് നോക്കുന്നതെന്ന് കാണാം. അതുപോലെ തന്നെ കറൻസി, റേറ്റ്സ് ആൻഡ് ടാക്സസ്, വൗച്ചേഴ്സ്, വൗച്ചർ ടൈപ്പ്, സ്റ്റോക്ക് ഗ്രൂപ്പ്, സ്റ്റോക്ക് കാറ്റഗറി, സ്റ്റോക്ക് ഐറ്റം എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു, സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന എങ്ങനെ, ഗോഡൗൺ എങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും, അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും, കാര്യങ്ങളെല്ലാം പഠിച്ചു. പിന്നെ ഇതൊക്കെ എങ്ങനെയാണ് ഓൾട്ടർ ചെയ്യണതെന്ന് പഠിച്ചു. പിന്നെ ഇതിൻ്റെ ചാർട്ട്, അതായത് ലിസ്റ്റിങ് എങ്ങനെയാണ് എടുക്കുന്നതെന്നൊക്കെ നമ്മൾ ഈ ഒരു ഇതിൽ കണ്ടു. ഓക്കെ, നമുക്ക് അധികം വൈകിക്കാതെ നമ്മുടെ ആദ്യത്തെ ടോപ്പിക്കായ കോസ്റ്റ് സെൻറ്റർ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്. കോസ്റ്റ് സെൻറ്റർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആദ്യം കമ്പനീസിൽ ടോപ്പ് ലെഫ്റ്റ് സൈഡിൽ കമ്പനീസിൽ നമ്മൾ ഫീച്ചേഴ്സ് സെലക്ട് ചെയ്യുക. പുണ്യാണാളിറ്റിസ് ഇതിൽ മൂന്നാമത്തെ ഫീച്ചറായ കോസ്റ്റ് സെൻറ്റർ എസ് ആയിട്ടാണോ കിടക്കുന്നതെന്ന് ആദ്യം ചെക്ക് ചെയ്യുക. എസ് ആയതുകൊണ്ട് നമ്മളിത് എസ്കേപ്പ് അടിച്ച് പുറത്തേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ എസ് ആക്കി കൊടുത്തിട്ട് ആക്സെപ്റ്റ് ചെയ്യുക. ഇനി ക്രിയേറ്റിൽ നമ്മൾ കോസ്റ്റ് സെൻറ്റർ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ സ്റ്റോക്ക് കണ്ടപ്പോൾ നമ്മൾ കണ്ടു സ്റ്റോക്ക് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കോസ്റ്റ് സെൻറ്ററിലും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതിനുവേണ്ടി ഷോ മോർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കോസ്റ്റ് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാൻ കിട്ടും. കോസ്റ്റ് കാറ്റഗറി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനു മുമ്പ് എന്താണ് കോസ്റ്റ് സെൻറ്റർ എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയാം. കോസ്റ്റ് സെൻറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ഇത് മെയിൻലി എല്ലാ ബിസിനസ്സിനും കോസ്റ്റ് സെൻറ്റേഴ്സ് യൂസ്ഫുൾ ആകില്ല. കോസ്റ്റ് സെൻറ്റേഴ്സ് യൂസ്ഫുൾ ആകുന്ന ബിസിനസ് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ എന്തെങ്കിലും എന്താ പറയുക, സ്പെസിഫിക് ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുന്ന ടീം, അങ്ങനത്തെ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ബിൽഡ് ചെയ്യുന്ന കുറച്ച് ടൈം എടുത്ത് ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു ബിസിനസ്സിനാണ് മെയിൻലി കോസ്റ്റ് സെൻറ്റേഴ്സ് ആപ്ലിക്കബിൾ ആവുകയും യൂസ്ഫുൾ ആയിട്ടും വരുന്നത്. ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ ജോബ് ഓറിയൻറ്റഡ്, അതായത് ഓരോ ജോബും യുണീക്കായിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളൊരു കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പല കൺസ്ട്രക്ഷൻസ് ആയിരിക്കും. ഒന്ന് തിരുവനന്തപുരത്ത് ചിലപ്പോൾ ഒരു വില്ല കൺസ്ട്രക്ട് ചെയ്യാനുണ്ടാവും, എറണാകുളത്ത് ചിലപ്പോൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത് ഒരു ബ്രിഡ്ജായിരിക്കാം, എന്നാൽ ആലപ്പുഴയിൽ ചിലപ്പോൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത് വേറെ എന്തെങ്കിലും പോർട്ടോ ഹൗസ് ബോട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ഈ കോസ്റ്റ് സെൻറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ ഈ ഓരോ ജോബും അത് യുണീക്കാണ്. അപ്പോൾ ഓരോ ജോബിനും എന്തോരം കോസ്റ്റ് ഇൻകറായി അതിൻ്റെ എല്ലാം കൂടി ഒരു സെഗ്രിഗേഷൻ അറിഞ്ഞിട്ട് ഒന്ന് പെട്ടെന്ന് കോസ്റ്റ് അനലൈസ് ചെയ്യാൻ. അതായത് ഇപ്പോൾ നിങ്ങൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷനാണ്, നിങ്ങൾക്ക് തൃശ്ശൂർ ഒരു വലിയൊരു ഫ്ലാറ്റ് നിങ്ങൾ നിർമ്മിച്ചു, അതുപോലെ തന്നെ എറണാകുളത്തും ഒരു ഫ്ലാറ്റ് നിർമ്മിച്ചു. ഇത് തമ്മിലുള്ള കോസ്റ്റുകളിൽ വേരിയേഷൻ കണ്ടു. അത് എന്തുകൊണ്ടാണ്? അതെല്ലാം പെട്ടെന്നറിയാൻ നമ്മൾ ഈ കോസ്റ്റ് കാറ്റഗറി ചെയ്യുന്നതാണ്. അതായത് ഇപ്പോൾ സ്റ്റീല്, ഇപ്പോൾ സാലറി ആണെങ്കിൽ തൃശ്ശൂരിൽ നമ്മളൊരു 10 പേരെടുത്തു, അതുപോലെ എറണാകുളത്ത് 10 പേരെടുത്തു, എന്നാൽ ഇവരുടെ സാലറി ഡിഫറൻസ് ആണ്. അപ്പോൾ ആർക്കാണ് സാലറി കൂടുതലായത്, മുതലായ കാര്യങ്ങളെല്ലാം അറിയാനാണ് നമ്മൾ കോസ്റ്റ് സെൻറ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്.
സോ ആദ്യം നമുക്കിത് ഇതിലേക്ക് കിടക്കാം. ആദ്യം കോസ്റ്റ് കാറ്റഗറി ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാൻ ചോദിക്കും. നമ്മൾ ക്രിയേറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുക. എവിടെ സാലറിയാണ് കൊടുക്കുന്നത്, ആക്സെപ്റ്റ് ചെയ്യുക. ഞാനൊരു കോസ്റ്റ് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ, സാലറി എന്ന് പറയുന്നത്. ഇനി കോസ്റ്റ് സെൻറ്റർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. കോസ്റ്റ് സെൻറ്ററായിട്ട് ആദ്യം ചോദിക്കുക കാറ്റഗറി ഏതാണെന്ന്. 2 കാറ്റഗറി 2 പ്രൈമറി കോസ്റ്റ് കാറ്റഗറി, പിന്നെ സാലറി. ഞാൻ സാലറിയാണ് അതിൽ കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ ഇപ്പോൾ പുണ്യാള ബുദ്ധീസ് ആണെങ്കിൽ ഗ്രീനു എന്ന് പറയുന്ന ഒരു സ്റ്റാഫ് ഉണ്ട്. സോ പുള്ളിയുടെ സ്റ്റാഫ് ആക്സെപ്റ്റ് ചെയ്യുന്നു. പിന്നെ അബൈ എന്ന് പറയുന്ന ഒരു ഡ്രൈവർ ഉണ്ട്, അപ്പോൾ പുള്ളിയുടെയും സാലറി. പിന്നെ ഒരു കുഞ്ഞപ്പൻ എന്ന് പറയുന്ന ഒരു എന്താ പറയുക സൂപ്പർവൈസർ ഉണ്ട്, പുള്ളിയുടെയും സാലറി. സോ 3 സാലറി നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി വൗച്ചറിൽ പോയിട്ട് സാലറി, ഇത് എക്സ്പെൻസ് ആണല്ലോ, നമ്മളിപ്പോൾ സാലറി കൊടുത്തു എന്ന് തന്നെ വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇടേണ്ടത് പേയ്മെൻറ്റ് വൗച്ചറിലാണ്. വൗച്ചേഴ്സിനെ പറ്റി കാര്യങ്ങളെ പറ്റിയൊക്കെ ഞാൻ ഇത് കുറച്ച് കഴിയുമ്പോൾ ഡീറ്റെയിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇപ്പോൾ നിങ്ങൾ ഇത്ര ഓർക്കുക, അവർ സാലറി പേ ചെയ്തു എന്ന് വിചാരിക്കും. ഈ കുഞ്ഞപ്പനും അതുപോലുള്ളവർക്ക് ഗ്രീനുവിനൊക്കെ സാലറി പേ ചെയ്തു എന്ന് വിചാരിക്കുക. സോ അത് റെക്കോർഡ് ചെയ്യേണ്ടത് പേയ്മെൻറ്റ് വൗച്ചറിലാണ്. കോസ്റ്റ് സെൻറ്റർ എങ്ങനെയാണ് ആപ്ലിക്കബിൾ ആവുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. സോ ഇവിടെ കോസ്റ്റ് സെൻറ്റർ ആപ്ലിക്കബിൾ ആവാൻ ആദ്യം കോൺഫിഗറേഷനിൽ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത് പാട്ടുണ്ട്. അതായത് കണ്ടോ ഇവിടെ ഒരു മിനിറ്റ്, ഓക്കെ സോറി ഇവിടെയല്ല. ആദ്യം നമ്മൾ ഈ സെലക്ട് കോസ്റ്റ് സെൻറ്റർ ക്ലാസ് എസ് ആക്കി കൊടുക്കാം. ഷോ ലിസ്റ്റ് ഓഫ് കോസ്റ്റ് സെൻറ്റേഴ്സും എസ് ആക്കി കൊടുക്കാം. എന്നിട്ട് താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെ ഷോ കോസ്റ്റ് സെൻറ്റർ ഡീറ്റെയിൽസ് അതും എസ് ആക്കി കൊടുക്കുക. എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യാം. സോ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഈ പേയ്മെൻറ്റ് ഇവിടെ ഒരു കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞു തരും. സോ ഇവിടെ നമുക്ക് ഏത് ആൾക്കാണോ സാലറി കൊടുക്കുന്നത് ആളുടെ പേര് കൊടുക്കാം. എന്നിട്ട് ഡെബിറ്റിൽ വരാൻ പോകുന്നത് സാലറി പേയബിൾ ആണ്, അല്ലെങ്കിൽ സാലറി ടു എംപ്ലോയീസ് ആണ്. ഞാനിവിടെ സാലറി ടു എംപ്ലോയീസ് ആണെന്ന് പറഞ്ഞാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. സോ അതായിരിക്കും സാലറി ആയിട്ട് വരാൻ പോകുന്നത്. കാറ്റഗറി ഒന്ന് മാറ്റണം, ഇൻഡയറക്റ്റ് എക്സ്പെൻസിലേക്ക് ഞാൻ മാറ്റാണ്. ഓക്കെ, സോ ഗ്രീൻ എന്ന് പറഞ്ഞ ആൾക്ക് സാലറി ടു എംപ്ലോയീസിന് വേണ്ടി കൊടുക്കുകയാണ്. സോ ഒരു 20,000 ഇവിടെ കൊടുക്കുകയാണ്. ക്യാഷ് ആയിട്ടാണ് കൊടുക്കണതെന്ന് ജസ്റ്റ് അസ്യൂം ചെയ്യുക. അപ്പോൾ എൻ്റർ അടിക്കുക. ഇവിടെ നെഗറ്റീവ് ക്യാഷ് വന്നിട്ടുണ്ട്, അതെനിക്കറിയാം. ബട്ട് ഇത് എക്സാമ്പിൾ ആയതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ബോധറാവുന്നില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ട്രാൻസാക്ഷൻസ് ഡിലീറ്റ് ചെയ്യേണ്ടതാണ്. സോ നോ വറീസ്, ആക്സെപ്റ്റ് ചെയ്യാം. രണ്ടാമത്തത് അബൈ എന്ന് പറയുന്ന ആൾ. ഓക്കെ, സോ ഇവിടെ സാലറി ടു എംപ്ലോയീസ് കൊടുക്കുക. 10,000 കൊടുത്താണ്. ഞാനിപ്പോൾ 2 പേരുടെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. സോ ഇനി ഇതിൻ്റെ റിപ്പോർട്ട് എങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ചാൽ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സിൽ കോസ്റ്റ് സെൻറ്റേഴ്സിൽ കോസ്റ്റ് കാറ്റഗറി സമ്മറി കോസ്റ്റ് സെൻറ്റർ ബ്രേക്കപ്പ് എടുക്കുക. ഇതിൽ ഡേറ്റ് ഫിൽറ്റർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ കോസ്റ്റ് സെൻറ്റേഴ്സ് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി നിങ്ങളിത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കോസ്റ്റ് സെൻറ്റേഴ്സ് നിങ്ങൾ റെക്കോർഡ് ചെയ്തല്ലോ. ബട്ട് ഒരു ഇഷ്യൂ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഈ കോസ്റ്റ് സെൻറ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട്സ് ഫുള്ള് കോസ്റ്റ് സെൻറ്റർ ബേസിലായിരിക്കും പോകേണ്ടത്. അതായത് ഇപ്പോൾ ഒരു ജനറൽ ഇൻകം നമ്മൾ അല്ലെങ്കിൽ ജനറൽ എക്സ്പെൻസ് ഇൻകർ ചെയ്താലും അതിന് നമ്മൾ കോസ്റ്റ് സെൻറ്റേഴ്സ് കൊടുക്കേണ്ടതായിട്ട് വരും. സോ കോസ്റ്റ് സെൻറ്റർ നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം വൺസ് എനേബിൾഡ് അത് നിങ്ങളുടെ മിക്ക പേയ്മെൻറ്റ് എക്സ്പെൻസ് റിലേറ്റഡ് ട്രാൻസാക്ഷൻസിനെല്ലാം നമ്മൾ കോസ്റ്റ് സെൻറ്റേഴ്സ് കൊടുക്കേണ്ടി വരും. സോ ഞാനിപ്പം മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പുണ്യാള അർബത്തീസിന് ഞാൻ കോസ്റ്റ് സെൻറ്റേഴ്സ് വെക്കുന്നില്ല. സോ കോസ്റ്റ് സെൻറ്റേഴ്സ് എങ്ങനെ കളയാം എന്നുള്ളത് നോക്കാം. കോസ്റ്റ് സെൻറ്റേഴ്സ് കളയുക എന്ന് പറയുന്നത് ഇത്തിരി ടാസ്ക്കാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ എൻ്റർ ചെയ്ത എല്ലാ ട്രാൻസാക്ഷൻസും ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഈ 2 ട്രാൻസാക്ഷൻസാണ് നമ്മൾ എൻ്റർ ചെയ്തത്. സോ ഇത് ഡിലീറ്റ് ചെയ്യേണ്ടി വരും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കോസ്റ്റ് സെൻറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്തല്ലോ.
ഓക്കെ. ആ കോസ്റ്റ് സെൻറ്റേഴ്സ് ആദ്യം കോസ്റ്റ് സെൻറ്റർ നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ ആ ട്രാൻസാക്ഷൻസ് കളഞ്ഞില്ലെങ്കിൽ ഇവിടെ ഡിലീറ്റ് ചെയ്യാനുള്ള നമുക്കിവിടെ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ട്രാൻസാക്ഷൻസ് കളഞ്ഞത്. എന്നിട്ട് കോസ്റ്റ് സെൻറ്റേഴ്സ് ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇനി കോസ്റ്റ് കാറ്റഗറി നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ. ഇതും കൊണ്ടും തീർന്നില്ല. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കമ്പനീസിൽ പോയിട്ട് നമ്മൾ ഫീച്ചേഴ്സിൽ ഈ കോസ്റ്റ് സെൻറ്റർ എനേബിൾ ചെയ്തില്ലേ, അത് നോ ആക്കി കൊടുക്കേണ്ടി വരും. കാരണം നമ്മൾ കോസ്റ്റ് സെൻറ്റേഴ്സും കോസ്റ്റ് ഫംഗ്ഷനും നമ്മൾ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷനിലേക്ക് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഓപ്ഷൻ നോൺ എഡിറ്റബിൾ ആയിട്ട് ഇങ്ങനെ കിടക്കും. അതുകൊണ്ടാണ് ഞാൻ കോസ്റ്റ് സെൻറ്റേഴ്സായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഡിലീറ്റ് ചെയ്തത്. എന്നാലാണ് ഇവിടെ ഈ ഒരു ഓപ്ഷൻ നമുക്ക് നോ ആക്കി കൊടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യാം. സോ ഇപ്പം നിങ്ങളുടെ ഞാൻ ഉപയോഗിക്കുന്ന ഈ പുണ്യാള ആർബത്തീസിൽ കോസ്റ്റ് സെൻറ്റർ ഉപയോഗിച്ച് നമ്മൾ എൻട്രീസ് പോസ്റ്റ് ചെയ്യുന്നതല്ല. ഓക്കെ. സോ അപ്പോൾ നിങ്ങൾക്ക് കോസ്റ്റ് സെൻറ്ററിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് വൗച്ചേഴ്സിലേക്ക് പോവാം. ഓക്കെ. സോ വൗച്ചേഴ്സ്, ഞാൻ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളിൽ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നായിരുന്നു. നമ്മൾ അതായത് എക്സൽ ഉപയോഗിച്ച് ട്രാൻസാക്ഷൻസ് നമ്മൾ ഇതിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇത്രയും വൗച്ചേഴ്സാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു 7-8 വൗച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. സോ ഇതൊക്കെയാണ് ആ വൗച്ചേഴ്സ്. ആദ്യത്തത് ഒന്നും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. കോൺട്ര എന്ന് പറയുന്ന വൗച്ചർ. ഈ വൗച്ചർ ഉപയോഗിക്കുന്നത് ക്യാഷും ബാങ്കും വരുന്ന ട്രാൻസാക്ഷൻസ് മാത്രം റെക്കോർഡ് ചെയ്യാനാണ് കോൺട്ര വൗച്ചേഴ്സ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഷോർട്ട് കട്ട് കീ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, F4 ആണ്. F4 അടിച്ചാൽ നിങ്ങൾക്ക് കോൺട്ര വൗച്ചർ സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത വൗച്ചർ എന്ന് പറയുന്നത് പേയ്മെൻ്റ് ആണ്. അത് F5 ആണ്. അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താലും മതി. റൈറ്റ് സൈഡിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഷോർട്ട് കട്ട് ഇവിടെ എഴുതിയിട്ട് തന്നെയുണ്ട്. സോ സ്പീഡപ്പ് പറയുന്നതിന് വേണ്ടി F5 ഞെക്കിയാൽ മതി. പേയ്മെൻറ്റ്, ഇവിടെയാണ് നമ്മൾ പേയ്മെൻറ്റ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നത്. പേയ്മെൻറ്റ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഓർക്കുക, ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം ക്യാഷോ ബാങ്കോ ആയിരിക്കണം. ഓക്കെ. പേയ്മെൻറ്റിൻ്റെ കേസിൽ മോസ്റ്റ് പ്രോബബ്ലി ക്രെഡിറ്റ് ആണ്, ഇപ്പോൾ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് ആവേണ്ടത്. ഓക്കെ. ഡെബിറ്റ് വരുന്നത് എക്സ്പെൻസുകളൊക്കെ ആയിരിക്കും. ഈ റെസിപ്റ്റ് വൗച്ചർ, അതായത് നമുക്ക് കിട്ടുന്ന ഇൻകം, അതായത് ഇപ്പോൾ സൺഡേ ഡെപ്റ്ററിയിൽ നിന്ന് ഒരു റെസിപ്റ്റ് എമൗണ്ട് കിട്ടി. സോ അത് നമുക്ക് റെസിപ്റ്റിലിടാം. അല്ലെങ്കിൽ നമുക്ക് കമ്മീഷൻ കിട്ടി, അല്ലെങ്കിൽ ബ്രോക്കറേജ് അങ്ങനെ എന്തെങ്കിലും കിട്ടിയ ഇൻകം എല്ലാം റെസിപ്റ്റ് ക്യാഷ്. നമ്മൾ പേയ്മെൻറ്റ് വൗച്ചർ പറഞ്ഞ പോലെ തന്നെ ഈ റെസിപ്റ്റ് വൗച്ചറിനും ഡെബിറ്റ് സൈഡ് ഒന്നല്ലെങ്കിൽ ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ് ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് എൻട്രി പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അടുത്തത് എന്താ പറയുക, നമ്മൾ ഒരു സബ്സിഡറി വൗച്ചർ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ജേണലാണ്. അതിലാണ് നമ്മൾ എന്താ പറയുക അസറ്റ് വാങ്ങുന്നത്, അസറ്റ് വിൽക്കുന്നത് മുതലായ കാര്യങ്ങളെല്ലാം. അതായത് പിന്നെ അതുപോലെ തന്നെ ഡിപ്രിസിയേഷൻ റെക്കോർഡ് ചെയ്യുന്നത്, അങ്ങനത്തെ കുറേ എന്താ പറയുക നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത് നമുക്കാണെങ്കിൽ നമുക്ക് ജേണലിലാണ് പോസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഷോർട്ട് കട്ട് F7 ആണ്. സോ അടുത്തത് F8 എന്ന് പറയുന്ന ഇതാണ് നമ്മുടെ എന്താ പറയുക മെയിൻ ഒരു വൗച്ചറിൽ പെടുന്ന ഒരെണ്ണം. അത് സെയിൽസ് ആണ്. സോ ഇതിൽ നമുക്ക് സെയിൽസ് നമുക്ക് റെക്കോർഡ് ചെയ്യാം. അതുപോലെ തന്നെ ബില്ലിങ്ങും ഇതർത്ഥം നമ്മൾ ഇതിൽ ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ ബില്ലിങ്ങും ഇതിൽ തന്നെ ചെയ്യാൻ പറ്റും. എനേബിൾ ചെയ്ത ബില്ല് എനേബിൾ ചെയ്താൽ നമുക്കിത് പ്രിൻ്റ് കൊടുക്കാൻ പറ്റും. പ്രിൻ്റ് ഇവിടെ എനേബിൾ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ആ ബില്ല് എങ്ങനെയാണ് നമുക്ക് പ്രിൻ്റിൽ വരുന്നത് എന്നായിരിക്കും. എന്തായാലും നമ്മളൊരു ട്രാൻസാക്ഷൻസ് കുറച്ച് എൻ്റർ ചെയ്യുന്നുണ്ട്. സോ അത് വെച്ചിട്ട് നമുക്ക് പറയാം. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അടുത്തത് പർച്ചേസ് എന്ന് പറയുന്നതാണ്. F9 എന്നാണ് അതിൻ്റെ ഷോർട്ട് കട്ട്. ഇത് നമുക്ക് വാങ്ങുന്ന പർച്ചേസ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നതാണ് പർച്ചേസ് എന്ന് പറയുന്ന വൗച്ചർ. ഐ ഹോപ്പ് എല്ലാവർക്കും അറിയാം. നമ്മൾ വേറെ കാര്യങ്ങളൊന്നുമല്ല, സെയിൽസ് വൗച്ചർ പോലെ തന്നെ ഇരിക്കുന്ന ഒരു വൗച്ചറാണ് പർച്ചേസ് വൗച്ചർ. ഇനിയുള്ളത് കുറച്ച് അതർ വൗച്ചേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തേത് ക്രെഡിറ്റ് നോട്ടാണ്. ക്രെഡിറ്റ് നോട്ട് ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞതാണ്. സോ അതിലൊന്നാമത്തെ ക്രെഡിറ്റ് നോട്ടാണ്. ക്രെഡിറ്റ് നോട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സെയിൽസ് റിട്ടേൺ റെക്കോർഡ് ചെയ്യാനാണ് നമ്മൾ ക്രെഡിറ്റ് നോട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഡെബിറ്റ് നോട്ട് ഉണ്ട്. അത് നമുക്ക് യൂഷ്വലി മനസ്സിലാവും. ക്രെഡിറ്റ് നോട്ട് സെയിൽസ് റിട്ടേൺ ആണെങ്കിൽ യൂഷ്വലി ഡെബിറ്റ് നോട്ട് റെക്കോർഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പർച്ചേസ് റിട്ടേൺസിനെയാണ്.
സോ ഇതൊക്കെ എങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത് നമ്മളൊരു എക്സാമ്പിൾ വെച്ച് കാണുന്നതാണ്. പിന്നുള്ള 2 വൗച്ചർ എന്ന് പറയുന്നത് ഫിസിക്കൽ ഇൻവെൻട്രി വൗച്ചേഴ്സാണ്. അത് ഒന്ന് ഫിസിക്കൽ സ്റ്റോക്ക്, അതായത് നമ്മൾ യൂഷ്വലി ഓപ്പണിംഗ് സ്റ്റോക്ക് ഇടുന്നു, അത് കഴിഞ്ഞ് പർച്ചേസ് സെയിൽ നടത്തുമ്പോൾ, ഐറ്റം വൈസ് പർച്ചേസ് സെയിൽ നടത്തുമ്പോൾ അതനുസരിച്ച് നമ്മുടെ സ്റ്റോക്ക് റിഫ്ലക്റ്റ് ആവും. സോ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക, ഫിസിക്കലി സ്റ്റോക്ക് നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചോ. സോ അപ്പോൾ നമ്മുടെ കയ്യിൽ ആക്ച്വലി ഒരു കമ്പനിയെ വെച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ആക്ച്വലി 2 ടൈപ്പ് ഉണ്ട്. അതായത് 2 ടൈപ്പ് ചെക്കിങ് ഉണ്ട്. അതായത് ഒന്ന് സിസ്റ്റം, നമ്മുടെ സിസ്റ്റത്തിലുള്ള സ്റ്റോക്കും നമ്മൾ ഫിസിക്കലി എടുക്കുന്ന സ്റ്റോക്കും കറക്റ്റാണോ എന്നറിയാൻ. സോ ഈ ഫിസിക്കൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കലി എടുക്കുന്ന സ്റ്റോക്കിൻ്റെ എണ്ണം കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് റെക്കോർഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഈ ഫിസിക്കൽ സ്റ്റോക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഐഡിയൽ സിനാരിയോയിൽ ഈ ഫിസിക്കൽ സ്റ്റോക്ക് നമ്മുടെ ബുക്ക് നമ്മൾ പർച്ചേസും സെയിലൊക്കെ നടത്തി കഴിഞ്ഞ് വരുന്ന സ്റ്റോക്ക് മാച്ച് ആവേണ്ടതാണ്. മാച്ച് അല്ലെങ്കിൽ ബാക്കിയുള്ളത് എങ്ങനെയാണ്, ഇപ്പോൾ എക്സസ് ആണെങ്കിൽ അത് പർച്ചേസ് ആയിട്ടും, ഇപ്പോൾ കുറവാണെങ്കിൽ സ്റ്റോക്ക് നമ്മുടെ ബുക്സിലുള്ള സ്റ്റോക്കിനേക്കാൾ കുറവാണ് ഫിസിക്കൽ സ്റ്റോക്കെങ്കിൽ അത്രയും സെയിലായിട്ടോ അല്ലെങ്കിൽ ഔട്ട്വേർഡ് പോയതായിട്ടോ കാണിക്കുന്നതാണ് നമ്മുടെ സിസ്റ്റത്തിൽ ഓട്ടോമാറ്റിക്കലി. സോ അങ്ങനെ നമ്മുടെ ഫിസിക്കൽ സ്റ്റോക്ക് ആയിരിക്കും കറക്റ്റ് സ്റ്റോക്കായിട്ട് നമ്മുടെ ഈ ഒരു വൗച്ചർ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ഞാൻ ജസ്റ്റ് അതും ഒന്ന് കാണിക്കുന്നതാണ്. പിന്നുള്ളത് സ്റ്റോക്ക് ജേണൽ. സ്റ്റോക്ക് ജേണൽ എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ ഗോഡൗൺസ് എല്ലാം ക്രിയേറ്റ് ചെയ്തല്ലോ. സോ ഒരു ഗോഡൗണിൽ നിന്ന് നമ്മുടെ സ്റ്റോക്ക് വേറൊരു ഗോഡൗണിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ സ്റ്റോക്ക് ജേണൽ വഴിയാണ് അത് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് ഗോഡൗൺസിൽ ഉള്ള സ്റ്റോക്ക് നമുക്ക് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതും ഞാൻ എങ്ങനെയാണെന്ന് ജസ്റ്റ് കാണിച്ചു തരുന്നതാണ്. ഓക്കെ, സോ നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ടായിരിക്കും ഈ എൻട്രീസും വൗച്ചേഴ്സിനെ പറ്റിയൊക്കെ കൂടുതൽ ഡീപ്പായിട്ട് പോകാൻ പോകുന്നത്. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നമുക്ക് നമ്മുടെ പുണ്യാള അർബത്തീസിൻ്റെ അക്കൗണ്ടിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ജോയ് താക്കോൽക്കാരൻ ബ്രിങ് ക്യാപിറ്റൽ ആസ് ക്യാഷ് ആയിട്ട് പുള്ളി കുറച്ച് ക്യാപിറ്റൽ കൊണ്ടുവന്നു. എത്ര? 12,50,000. പുള്ളിയുടെ പുണ്യാള അർബത്തീസ് എന്ന് പറയുന്ന ബിസിനസ് കുറച്ചും കൂടി വളരണം. സോ പുള്ളി ക്യാഷ് എന്ന രീതിയിൽ കൊണ്ടുവന്നു. ഓക്കെ, നമ്മളത് ഇവിടെ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് റെസീപ്റ്റ് വൗച്ചറിലാണ്. സോറി, അതിൻ്റെ ഷോർട്ട് കട്ട് കീ F6 ആണ്. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഡേറ്റ് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. ഡേറ്റ് അറിയാം, 1-ാം തീയതിയാണ്. ഓക്കെ, സോ ഇതിൻ്റെ എൻട്രി വരുന്നത് ക്യാഷ് അക്കൗണ്ട് അറ്റ് ക്യാപിറ്റലാണ്, പക്ഷേ റെസീപ്റ്റിൽ ആദ്യം കിടക്കുന്നത് ക്രെഡിറ്റ് ആണ്. ഓക്കെ, സോ നമ്മൾ ഇടാൻ പോകുന്നത് ഇത് പറയുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു കാര്യം കൂടി, നമ്മൾ ഈ വൗച്ചേഴ്സിന് പല ടൈപ്പ് വൗച്ചേഴ്സ് ഉണ്ട്. അതായത് ഈ ഒരു വൗച്ചർ തന്നെ നമുക്ക് എന്താ പറയുക, കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ Ctrl+H, ഷോർട്ട് കട്ട് കീ Ctrl+H, അതായത് ഈ എച്ചിൻ്റെ അടിയിൽ 2 വരയുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു Ctrl+H എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീ ഉപയോഗിക്കാനാണ്. ഒരു വരയാണോ ഉള്ളെങ്കിൽ Alt+H ആയിരുന്നേനെ, പക്ഷെ ഇവിടെ 2 വരയുണ്ട്, അപ്പോൾ Ctrl+H. സോ Ctrl+H അടിക്കുമ്പോൾ ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്, സിംഗിൾ എൻട്രിയും ഡബിൾ എൻട്രിയും. നിങ്ങൾ സിംഗിൾ എൻട്രി അക്കൗണ്ടിങ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. അതായത് നമ്മൾ 2 ഡബിൾ എൻട്രി എന്ന് പറയുന്നത് ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ട്. സിംഗിൾ എൻട്രിയിൽ അങ്ങനെയല്ല, നമ്മൾ ഏത് അക്കൗണ്ടിലേക്കാണ് ഇടുന്നത് അത് നേരെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യം ജസ്റ്റ് ഒരു സിംഗിൾ എൻട്രി നോക്കാം, എന്നിട്ട് ഡബിൾ എൻട്രിയിലേക്ക് പോകാം. സോ ഞാൻ ആദ്യം സിംഗിൾ എൻട്രിയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ എക്സാമ്പിൾ സെയിം തന്നെ, ജോയ് താക്കോൽക്കാരൻ ബ്രിങ്സ് ക്യാപിറ്റൽ ആസ് ക്യാഷ്. സോ ഇതിലെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ അക്കൗണ്ട് വരുന്നത് ക്യാഷ് കൊടുക്കുക. ഓക്കെ, ക്യാഷ് കൊടുത്തു. ഇനി ആർക്കാണ്? ജോയ് ക്യാപിറ്റൽ. നമ്മൾ ഓൾറെഡി ഓപ്പണിംഗ് ബാലൻസ് ഇട്ടപ്പോൾ പുള്ളിയുടെ ഇതുണ്ട്, 10 lakh പുള്ളിയുടെ കയ്യിൽ ഓപ്പണിംഗ് കിടക്കുന്നുണ്ട്. സോ ഈ പ്രാവശ്യം കൊണ്ടുവന്നത് 12,50,000. സോറി, 0 കുറഞ്ഞു പോയി. 0-നൊക്കെ വളരെ വളരെ വാല്യൂ ഉള്ളതാണ്. സോ ഇപ്പോൾ 0 കൂടിപ്പോയി. 0 കൂടിപ്പോയാലും പ്രശ്നമാണ്, 0 കുറഞ്ഞു പോയാലും പ്രശ്നമാണ്. ശരിയല്ലേ? 12,50,000 ഇപ്പോൾ കറക്റ്റാണ്. ഓക്കെ, ഞാനിപ്പോൾ 12,50,000 ഇട്ടപ്പോൾ ഇവിടെ കറണ്ട് ബാലൻസ്, അതായത് ഇപ്പോൾ ജോയുടെ ക്യാപിറ്റലുള്ള ബാലൻസ് 22,50,000 ആണ്. ഓക്കെ, ഇനി ജസ്റ്റ് ആക്സെപ്റ്റ് ചെയ്താൽ മതി, എല്ലാം ഓട്ടോമാറ്റിക്കലി
ഈ ട്രാൻസാക്ഷൻ റെക്കോർഡ് ആയിക്കോളും. ഓക്കെ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇതിൻ്റെ കൂടെ ഇപ്പോൾ ജോയ് ക്യാപിറ്റൽ കൊണ്ടുവന്നു, അതുപോലെ തന്നെ എന്താ പറയുക, പുള്ളി ഒരു അസറ്റും കൊണ്ടുവന്നു വിചാരിക്കാം. സോ ക്യാപിറ്റൽ ഇങ്ങനെ കൊടുക്കുക, എന്നിട്ട് പുള്ളി എന്ത് അസറ്റാണോ കൊണ്ടുവന്നത് അത് ഇവിടെ അസറ്റ് കൊണ്ടുവന്ന് ഇങ്ങനെ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. ക്യാഷായിട്ട് ക്യാപിറ്റലും വന്നു, ലോണും വന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഗ്രീനുവിൻ്റെ ലോൺ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ലോൺ ഇങ്ങനെ നമുക്ക് കൊടുത്തിട്ട് ഒരു കോമ്പൗണ്ട് എൻട്രി ആയിട്ട് നമുക്ക് ഇങ്ങനെ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. നോ ഇഷ്യൂസ്. നമുക്ക് താഴത്ത് എന്തോരം അക്കൗണ്ട് ഉണ്ടോ അത്രയും നമുക്ക് ആഡ് ചെയ്ത് പോകാവുന്നതാണ്. ബട്ട് നമ്മുടെ എക്സാമ്പിളിൽ പുള്ളി ക്യാഷ് കൊണ്ടുവന്നായിട്ട് കാണിക്കുന്നുണ്ട്. സോ അത് മാത്രമേ എൻട്രി ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഞാൻ ഇതിപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ ഡബിൾ എൻട്രിയും കൂടി ഇതിൽ കാണിച്ചു തരാം. ഒന്ന് എസ്കേപ്പ് അടിച്ച് പുറത്തുമാണ്, ഒന്നും കൂടി എടുക്കാണ്. സോ ഡബിൾ എൻട്രിയിൽ നമുക്കത് റെക്കോർഡ് ചെയ്യാം. സോ ഞാൻ ഒന്നുകൂടി Ctrl+H അടിച്ചിട്ട് ഡബിൾ എൻട്രി സെലക്ട് ചെയ്യാണ്. സോ ഇവിടെ നമുക്ക് കാണാം റൈറ്റ് സൈഡിൽ ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ട്. ഡേറ്റ് അത് തന്നെ ആയതുകൊണ്ട് ഞാൻ അത് മാറ്റുന്നില്ല. സോ ക്രെഡിറ്റ് സൈഡിൽ വരേണ്ടത് എന്താണ്, ജോയ്സ് ക്യാപിറ്റലാണ്. ഡബിൾ എൻട്രി എടുക്കുമ്പോൾ സൂക്ഷിക്കുക, നിങ്ങൾക്ക് അക്കൗണ്ടിങ്ങിനെ പറ്റി നല്ല ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡബിൾ എൻട്രി വെച്ചിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സിംഗിൾ എൻട്രി വെച്ചിട്ട് പോസ്റ്റ് ചെയ്യേണ്ടി വരും. സോ ജോയ്സ് ക്യാപിറ്റൽ 12,50,000 ക്യാഷ് ആയിട്ടാണ് ഉള്ളത്. സോ ക്യാഷ്. ഇനി ഒരു കാര്യമുള്ളത്, ഞാൻ അതിന് മുമ്പ് എനിക്കറിയാം എൻ്റെ വീഡിയോ ഇവിടെ ഒബ്സ്ട്രക്റ്റ് ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റില്ലായിരിക്കും. സോ ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഇവിടെ താഴത്തൊരു സംഭവം കൂടിയുണ്ട്, നരേഷൻ. നമ്മൾ ബുക്കിൽ നമ്മൾ എൻട്രി ഇടുമ്പോഴും ഇവിടെ നമ്മൾ നരേഷൻ കൊടുക്കാറുണ്ട്. സോ ഞാനിവിടെ നരേഷൻ കൊടുക്കുകയാണ്. ബീയിങ് ക്യാപിറ്റൽ ബീയിങ് അഡീഷണൽ ക്യാപിറ്റൽ. Being additional capital brought by Joy. എന്നിട്ട് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ക്യാഷിൻ്റെ ആ ഒരു റെസീപ്റ്റ് വന്ന എൻട്രി പോസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കിനി അടുത്ത ട്രാൻസാക്ഷനിലേക്ക് പോവാം. ഓക്കെ, ഞാൻ അതിന് മുമ്പ് എൻ്റെ വീഡിയോ ഞാൻ തിരിച്ച് താഴ്ത്തി കൊണ്ടിട്ടെ. ഇവിടെ നരേഷൻ ഞാനിങ്ങനെ ചെയ്യുന്നത് വേറൊന്നുമല്ല, നിങ്ങൾക്ക് വിസിബിലിറ്റിക്ക് വേണ്ടിയാണ്. ഞാൻ ആദ്യം ഇതൊക്കെ ചെയ്തപ്പോൾ ഞാൻ ടോപ്പ് റൈറ്റ് കോർണറിലാണ് ഞാൻ യൂഷ്വലി എൻ്റെ ക്ലാസ്സസ് റെക്കോർഡ് ചെയ്യാറ്. ബട്ട് ഇവിടെ എന്താ പ്രശ്നം പറഞ്ഞാൽ, ടാലിയിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ടാലിയിലെ ഏറ്റവും മേജർ ഫങ്ഷൻസ് എല്ലാം ടോപ്പ് റൈറ്റ് കോർണറിലാണ് വരുന്നത്. സോ ഞാൻ എടുക്കുന്നതൊന്നും നിങ്ങൾക്ക് മര്യാദയ്ക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഞാൻ ബോട്ടം ലെഫ്റ്റ് കോർണറിലേക്ക് അത് കൊണ്ടുവന്നത്. സോ ഇവിടെ ആയപ്പോഴും നരേഷൻ മാത്രം യൂഷ്വലി വരാറുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവാറില്ല. സോ ഐ ഹോപ്പ് നിങ്ങൾ അതിൽ കംഫർട്ടബിൾ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇനി നമുക്കപ്പോൾ നെക്സ്റ്റ് ഇതിലേക്ക് പോവാം, നെക്സ്റ്റ് ട്രാൻസാക്ഷനിലേക്ക് പോവാം. ഇതിൽ കാണുന്നത് നമ്മൾ നേരത്തെ കണ്ട ഗ്രീനൊക്കെ സാലറി, നമ്മൾ കോസ്റ്റ് സെൻറ്റർ കണ്ടപ്പോൾ ഇവർക്കൊക്കെ സാലറി സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തത്. ബട്ട് ഇപ്പോൾ ഗ്രീനിനുള്ള സാലറി നമ്മൾ കൊടുക്കുകയാണ്. സോ 3/4 ഇത് ഓർക്കുക, സാലറി പേയ്മെൻ്റ് ആണ്. സോ സാലറി പേയ്മെൻ്റ് ആയതുകൊണ്ട് ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് പേയ്മെൻറ്റ് വൗച്ചറിലാണ്. ആദ്യം ഡേറ്റ് മാറ്റി കൊടുക്കുക. ഓക്കെ, നിങ്ങളിപ്പോൾ സാലറി പേയ്മെൻ്റ് ആകുമ്പോൾ സാലറി അക്കൗണ്ട് ഇട്ടിട്ട് ക്യാഷ് എന്നാണ്. സോ ഇവിടെ സാലറി ടു എംപ്ലോയീസ് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ഉണ്ട്. ബട്ട് എന്താ പറയുക, നമുക്ക് ഓരോ എംപ്ലോയീസിനെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഓരോ എംപ്ലോയീസിനും വേണമെങ്കിൽ ഓരോരോ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. Alt+C ഞെക്കിയിട്ട് ന്യൂ സാലറി എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. ഇത് ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ വരട്ടെ. ഞാൻ ആക്സെപ്റ്റ് ചെയ്തു. ആക്സെപ്റ്റ് ചെയ്യാനും ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, Ctrl+A. അതായത് നിങ്ങളിപ്പോൾ എല്ലാ ലെഡ്ജറിനും ഇപ്പോൾ ഒരു ലെഡ്ജർ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ Alt+C ഞെക്കിയാൽ മതി, നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഗ്രീനോ എന്ന് പറഞ്ഞ സാലറി ഇതിൽ തന്നെ, അതായത് വൗച്ചറിൽ തന്നെ നമുക്ക് ഓൾട്ടർ ചെയ്യണമെങ്കിൽ Ctrl+Enter അടിച്ചാൽ മതി. നമുക്കിവിടെ നേരെ ലെഡ്ജർ ക്രിയേഷനും ഓൾട്ടറേഷൻ എന്ന് പറയുന്ന ഇതിലേക്ക് പോകും. സോ ഇവിടെ നമുക്ക്
നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ഓൾട്ടറേഷൻ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്യാം. അല്ലാതെ ബാക്ക് പോയി ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നമുക്ക് ഓൾട്ടർ ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ നമുക്ക് വൗച്ചർ എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും ഓൾട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ടാലി കൊടുക്കുന്നുണ്ട്. സോ ഇനി ഞാൻ ഇപ്പം പറഞ്ഞു വന്ന വേറൊരു ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ എൻ്റർ ചെയ്തെല്ലാം എൻ്റർ ചെയ്ത് പോകേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ നമുക്ക് മാറ്റം വരേണ്ട ഗ്രീനും സാലറിക്ക് ഒരു എസ്സും കൂടി ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. സോ ഇതെനിക്ക് നേരെ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ Ctrl+A ഞെക്കുക, നേരെ അത് ഓട്ടോമാറ്റിക്കലി അത് ആക്സെപ്റ്റ് ആയി പോയിക്കോളും. ഓക്കെ, സോ ഗ്രീനും സാലറി എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റർ ചെയ്യുകയാണ്. എത്രയാണ് വരുന്നത്? 30,000. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ക്രെഡിറ്റ് കൊടുക്കും. ഞാൻ ക്രെഡിറ്റ് അല്ല, ഞാൻ ഈ 3 പേരുടെയും ബീനു, അഭയ്, അയ്യപ്പൻ, ഈ 3 പേരുടെയും ഞാൻ ഒറ്റ എൻട്രി ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ പോകണം. സോ ഇവിടെ ഞാൻ ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ ഓൾട്ടർ ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ആൾ അഭയ് സാലറി, ഞാൻ Ctrl അടിച്ച് എനിക്ക് നേരെ ചെയ്യാൻ പറ്റും. സോ അഭയ്ക്ക് 25,000 വരുന്നത്. ഇവിടെ ഞാൻ പിന്നെ ഡെബിറ്റ് കൊടുക്കുകയാണ്. അഭയ് കഴിഞ്ഞിട്ട് അയ്യപ്പൻ സാലറി ഡാറ്റ എക്സ്പെൻസാണ്. സോ ഇവിടെ 20,000 കൊടുക്കാം. ഇനി ക്രെഡിറ്റിൽ വരാൻ പോകുന്നത് ക്യാഷ് ആയിരിക്കും. ക്യാഷ് ആയിട്ടാണ് ഞാൻ പേയ്മെൻറ്റ് നടത്തിയത്. 75,000 കറക്റ്റാണ്. നരേഷൻ കൊടുക്കാം. സാലറി പെയ്ഡ് ടു എംപ്ലോയീസ്. എപ്പോഴും നരേഷൻ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേറെ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല. മറ്റേ വേറൊരാൾ ഇപ്പോൾ ഓഡിറ്റർ ആയാലും അല്ലെങ്കിൽ നിങ്ങളുടെ ഓണർ എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ നരേഷൻ കാണുമ്പോൾ എന്താണ് നിങ്ങൾ ട്രാൻസാക്ഷൻ എന്ന് പുള്ളിക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ ചെക്കൊക്കെ ആണെങ്കിൽ ചെക്ക് നമ്പർ കൊടുക്കാം. അതുപോലെ തന്നെ ചെക്കിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് നരേഷനിൽ കൊടുക്കാവുന്നതാണ്. അത് കൺവീനിയൻസ് പോലെ ഇരിക്കും. നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻസിലേക്ക് കിടക്കാം. അതായത് ലോൺ ഫ്രം ഫെഡറൽ ബാങ്ക് റിസീവ്ഡ് ഇൻ ഫെഡറൽ ബാങ്ക് സേവിങ്സ് അക്കൗണ്ട്. ഓക്കെ, സോ ലോൺ റിസീവ് ചെയ്തെന്നാണ് പറയുന്നത്. ലോൺ എന്ന് പറയുന്നൊരു നോൺ കറന്റ് ലയബിലിറ്റി ആണ്. അതുപോലെ ഫെഡറൽ ബാങ്ക് ബാങ്കാണ്. സോ റെസീപ്റ്റാണത്. സോ ഇത് റെസീപ്റ്റ് വൗച്ചറിലാണ്. ലോൺ കിട്ടുന്നതാണല്ലോ. സോ ആദ്യം നമുക്ക് ഡേറ്റ് മാറ്റി കൊടുക്കാം. 5-ാം തീയതിയാണ് വരുന്നത്. ആദ്യം ക്രെഡിറ്റ് ആണ്. സോ എന്തിനാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത്? ഫെഡറൽ ലോൺ അക്കൗണ്ട്. ഓക്കെ, ഇവിടെ വന്നത് 50 ലക്ഷം പുള്ളി ലോണായിട്ട് എടുത്തു. ഡെബിറ്റ് വരുന്നത് ഫെഡറൽ ബാങ്കാണ്. സോ 50 ലക്ഷം ലോണായിട്ട് എടുത്തു. ഇവിടെ നമുക്ക് ചെക്കിൻ്റെ കാര്യങ്ങൾ ചെക്കോ DD ആയിട്ടാണ് കിട്ടിയെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾമെൻറ്റ് നമ്പറാണ്, ഇൻസ്റ്റാൾമെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ബാങ്ക് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കൊടുക്കാം. കൊടുത്തില്ലെങ്കിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ നരേഷനായിട്ട് ലോൺ ടേക്കൺ ഫ്രം ഫെഡറൽ ബാങ്ക് എന്ന് കാണിക്കാം. എനിക്കറിയാം എൻ്റെ അവിടെ വീഡിയോ വെക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് നരേഷനായിട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ജസ്റ്റ് കേട്ടാലും മതി. നരേഷൻ ഇമ്പോർട്ടൻ്റ് മാൻഡേറ്ററി ഫീൽഡൊന്നുമല്ല. നമുക്ക് നരേഷൻ ഇല്ലാതെയും ഇത് സേവ് ചെയ്യാവുന്നതാണ്. സോ അങ്ങനെ ഞാൻ ലോൺ കിട്ടിയത് റെക്കോർഡ് ചെയ്തു. ഇനി ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക്. ഇത് ഇത്തിരി ട്രിക്കാണ്. ഇതിനുള്ള വൗച്ചർ ഏതാണെന്ന് ചോദിച്ചാൽ റെസീപ്റ്റും അല്ല, പേയ്മെൻ്റ് അല്ല, ആദ്യത്തെ വൗച്ചറാണ്. അതായത് കോൺട്ര വൗച്ചറാണ്. F4 ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. അതായത് ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക്. ഇവിടെ ക്യാഷ് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തു. രണ്ടും ക്യാഷും ബാങ്കും കോൺട്ര എൻട്രീസിൽ വരേണ്ടതാണ്. ആദ്യം ഡേറ്റ് മാറ്റി കൊടുക്കുക. 15/4. ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക്. അപ്പം ബാങ്കിനെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഫെഡറൽ ബാങ്കിനെ ഞാൻ ക്രെഡിറ്റ് ചെയ്യണം. 1,25,000 ഞാൻ വലിച്ചു ബാങ്കിൽ. സോ ഡെബിറ്റ് ചെയ്യേണ്ടത് ക്യാഷിനെയാണ്. സോ അത് വന്നു. എന്നിട്ട് ക്യാഷ് ഫ്രം ബാങ്ക് എന്ന് പറഞ്ഞ് കൊടുത്തു. ആക്സെപ്റ്റ് ചെയ്തു. ആക്സെപ്റ്റ് ആവുകയും ചെയ്തു. ഇനി ലോറി ചാർജസ്. ഇതൊരു എക്സ്പെൻസാണ്. സോ എക്സ്പെൻസ് നമ്മൾ പേ ചെയ്തു. അതെവിടെയാണ് വരേണ്ടത്? പേയ്മെൻറ്റ് വൗച്ചറിലാണ്. F5 അടിക്കുക. പേയ്മെൻറ്റിൽ ആദ്യം ഡേറ്റ് മാറ്റി കൊടുക്കുക. ഡേറ്റ് വരുന്നത് 18-ാം തീയതി.
ഓക്കെ, അപ്പോൾ ഡെബിറ്റ് വരേണ്ടത് ട്രാൻസ്പോർട്ടേഷനാണ്. ഓക്കെ, ക്യാഷ് അടിക്കുക, സോറി ഇങ്ങനെയാണ് പേയ്മെൻറ്റ് പറയുന്നത്, ക്യാഷ് ആയിട്ടാണ് നമുക്ക് അസ്യൂം ചെയ്യുക. ഇവിടെ വരുന്നത് ലോറി ചാർജസ് പെയ്ഡ്. ഫോണ്ട് മാറിയിട്ടില്ല. ഓക്കെ, അടുത്തത് നമ്മളൊരു പർച്ചേസ് റെക്കോർഡ് ചെയ്യാൻ പോവുകയാണ്. സോ പർച്ചേസ് റെക്കോർഡ് ചെയ്യണമെങ്കിൽ നമ്മൾ പർച്ചേസ് വൗച്ചർ എടുക്കാം, F9. പർച്ചേസ് വൗച്ചർ നമുക്ക് 3 രീതിയിൽ റെക്കോർഡ് ചെയ്യാം. സോറി, ഇതല്ല, ചേഞ്ച് മോഡ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 3 എന്താ പറയുക മോഡ്സ് ഉണ്ട്. ഒന്ന് ഐറ്റം വൈസ്, അതായത് നമ്മൾ ഐറ്റം വൈസ് റെക്കോർഡ് ചെയ്യാണ്. നമുക്ക് ഐറ്റം വന്ന് എപ്പോഴും നോർമലി എല്ലാ ഫേംസിലും അല്ലെങ്കിൽ മിക്ക ബിസിനസ്സുകളിലും അവർ ഐറ്റം വൈസ് ആണ് റെക്കോർഡ് ചെയ്യുക. ഈ സർവീസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മാത്രമേ അക്കൗണ്ടിങ് ഇൻവോയ്സും അസ് വൗച്ചറായിട്ടും റെക്കോർഡ് ചെയ്യുകയുള്ളൂ. ഓക്കെ, അസ് വൗച്ചറിൽ നമുക്ക് ഐറ്റം വൈസ് റെക്കോർഡ് ചെയ്യാം, നോ ഇഷ്യൂസ്. അക്കൗണ്ടിങ് ഇൻവോയ്സ് നമുക്ക് ഐറ്റം വൈസ് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളത് സർവീസ് കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മളത് അതിലാണ് നമ്മൾ പർച്ചേസ് റെക്കോർഡ് ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യം ഐറ്റം വൈസ്. ഓക്കെ, ഐറ്റം വൈസ് ആയിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ ഈ ട്രാൻസാക്ഷൻ നമ്മൾ ബാക്കിയുള്ള രണ്ട് മോഡിലും നമ്മളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുന്നതാണ്. സോ ആദ്യം ഇൻവോയ്സ് നമ്പർ, അതായത് നമ്മൾ സപ്ലയർ നമുക്ക് തരുന്ന ഒരു ഇൻവോയ്സ് നമ്പർ ഉണ്ടാവും, അത് നമ്മൾ കൊടുക്കുക. ഞാൻ 1 പറഞ്ഞാണ് കൊടുക്കുന്നത്. പിന്നെ ഒരു ഡേറ്റ് ഉണ്ടാവും, അതായത് നമ്മുടെ സപ്ലയർ തരുന്ന ഇൻവോയ്സിൽ ഡേറ്റ്, അത് നമ്മൾ എത്രയാണെന്ന് വെച്ചാൽ കൊടുക്കുക. ഇനി പാർട്ടിയുടെ പേര് വരുന്നത് ഏതാണ്? തൃശ്ശൂർ എലിഫൻ്റ് അസോസിയേഷനാണ്. തൃശ്ശൂർ എലിഫൻ്റ് അസോസിയേഷൻ. നമ്മളിവിടെ ഐറ്റം വൈസ് ആണ് ചെയ്യുന്നത്. സോ ഐറ്റം വൈസ് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഒരു പർച്ചേസ് ലെഡ്ജർ, അതായത് നമ്മുടെ ട്രയൽ ബാലൻസിൽ വരാനായിട്ട് ഒരു ലെഡ്ജർ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ യൂഷ്വലി കൊടുക്കുന്ന പർച്ചേസ് ലെഡ്ജറാണ്. നിങ്ങൾക്ക് ഇനി GST പ്രകാരമാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിന് തന്നെ റേറ്റ് വൈസ് കൊടുക്കാം. പർച്ചേസ് അറ്റ് 0%, പർച്ചേസ് അറ്റ് 12%, പർച്ചേസ് അറ്റ് 18%. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് GST ഇൻവോയ്സ് പ്രകാരം ഓരോ ഇതും ഏതൊക്കെ ലെഡ്ജറിലാണോ കൊടുക്കേണ്ടത് അതനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് നെയിം ഓഫ് ദ ഐറ്റം ഇവിടെ വരുന്നത് എലിഫൻ്റ് കേക്കാണ്. നമ്മൾ ചാണകം എലിഫൻറ്റിൻ്റെ പിണ്ടം നമ്മൾ തൃശ്ശൂർ എലിഫൻ്റ് അസോസിയേഷനിൽ നിന്ന് വാങ്ങിച്ചു. ഓക്കെ, നമ്മൾ ആദ്യം ഏത് ഗോഡൗണിലേക്കാണ് കൊടുക്കുന്നത്? തൃശ്ശൂർ ഗോഡൗണിലേക്ക് കൊടുക്കാം. ഇവിടെ വരുന്നത് ഏകദേശം ഇവിടെ തൃശ്ശൂർ ഗോഡൗണിലെ മെയിൻ ലൊക്കേഷനൊക്കെ ഉണ്ട്. നമ്മൾ ഓപ്പണിംഗ് ഇട്ടത് മെയിൻ ലൊക്കേഷനിലാണ്. അപ്പോൾ നമുക്ക് മെയിൻ ലൊക്കേഷനിൽ കൊടുക്കാം. അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും, അതായത് ഏത് ഗോഡൗണിലാണ് നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്തേക്കുന്നത്. സോ നമ്മളിപ്പോൾ മെയിൻ ലൊക്കേഷനിലേക്ക് തന്നെ കൊടുക്കാം. അല്ലെങ്കിൽ വേണ്ട, അത് തൃശ്ശൂരിലേക്ക് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്താ പറയുക, ഒരു ഗോഡൗണിൽ നിന്ന് വേറെ ഗോഡൗണിലേക്ക് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ തൃശ്ശൂർ ഗോഡൗണിൽ ഞാനൊരു 100 ഇത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു 25,000 എടുക്കുകയാണ്. ഏകദേശം റേറ്റ് വരുന്നത് 10 രൂപ വെച്ചാണ് നമ്മൾ വാങ്ങുന്നത്. 2,50,000. ഓക്കെ, ഇവിടെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണ്. സോ ഇവിടെ നമ്മൾ ഒരു റെഫറൻസ് ചോദിക്കും, അതായത് ബിൽ വൈസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതായത് നോ റെഫറൻസ് പറഞ്ഞ് കൊടുക്കുക. ഇനി പേയ്മെൻറ്റ് വരുമ്പോൾ നമുക്ക് ഈ ബില്ലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നോ റെഫറൻസ് പറഞ്ഞ് കൊടുക്കുക, 1 കൊടുക്കുക. അതായത് ആ ഇൻവോയ്സ് നമ്പർ അല്ലെങ്കിൽ നമ്മൾ ആ റെഫറൻസ് നമ്പർ എന്ന് പറയില്ല, നമുക്ക് പേയ്മെൻറ്റ് കിട്ടുമ്പോൾ നമ്മൾ ഏത് റെഫറൻസ് ആണോ അതിന് നമ്മളിപ്പോൾ 1 വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻവോയ്സ് നമ്പർ കൊടുക്കാം, കുട്ടികൾക്ക് ബെറ്റർ. സോ അങ്ങനെ എന്താണ്. പിന്നെ ഇവിടെ ഒരു ഡേറ്റ് ഉണ്ട്, അതായത് നമ്മൾ എത്ര ദിവസത്തിനുള്ള പേയ്മെൻറ്റ്, അതായത് നമ്മളൊരു സാധനം ഓർഡറിൽ കൊടുത്തിട്ട് വാങ്ങുമ്പോൾ അവിടെ അവർക്ക് വരുന്നുണ്ട് ഇത്ര ക്രെഡിറ്റ് പീരീഡിനുള്ളിൽ നമ്മൾ റീപേയ്മെൻറ്റ്. സോ അത് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. സോ അത് വെച്ചിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും ഏതൊക്കെ പേയ്മെൻ്റ് ആണ് ഓവർ ഡ്യൂ അയക്കുന്നത് എന്നുള്ളത്. സോ അത് ആക്സെപ്റ്റ് ചെയ്യാൻ നരേഷൻ ഉണ്ടെങ്കിൽ നരേഷൻ കൊടുക്കാം. പർച്ചേസ് ഓഫ് elephant cake from Thrissur Association. ആക്സെപ്റ്റ് ചെയ്യുക.
സോ ആ പർച്ചേസ് നമ്മൾ റെക്കോർഡ് ചെയ്യും. ഇനി ആ പർച്ചേസ് തന്നെ ബാക്കിയുള്ള മോഡ്സിൽ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? ചേഞ്ച് മോഡ് കൊടുക്കുക. നിങ്ങൾക്ക് ഏതാണ് ആദ്യം അക്കൗണ്ടിങ് ഇൻവോയ്സ് കൊടുക്കുക. സോ കണ്ടല്ലോ, ആദ്യം ഇൻവോയ്സ് നമ്പർ കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക, പാർട്ടി നെയിം തൃശ്ശൂർ എലിഫൻ്റ് അസോസിയേഷൻ, എൻ്റടിച്ച് പോവുക. അതിൽ നിങ്ങൾക്ക് തന്നെ GST നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷനാണ്. പിന്നെ പർട്ടിക്കുലേഴ്സിൽ വരുമ്പോൾ പർച്ചേസ് എന്ന് കൊടുക്കുക. പർച്ചേസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ 2,50,000 കണ്ടോ. ഇവിടെ ജസ്റ്റ് അഗെയിൻസ്റ്റ് റെഫറൻസ് വേണമെങ്കിൽ അത് കൊടുക്കാം. ജസ്റ്റ് ഇവിടെ നമ്മൾ ഐറ്റം വൈസ് കൊടുക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് പർച്ചേസ് ആയിട്ട് കൊടുക്കുന്നുള്ളൂ. സോ ഇങ്ങനെയാണ് നമ്മൾ എന്താ പറയുക അക്കൗണ്ടിങ് ഇൻവോയ്സിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി അടുത്ത അസോച്ചർ കൂടുതലും കൂടി ഡബിൾ എൻട്രി സിസ്റ്റത്തിലേക്ക് വരും. സോ ഇതിൽ നമുക്കിങ്ങനെ കൊടുക്കാം. അതായത് ആദ്യം ഡേറ്റ് കൊടുക്കുക, എൻ്റർ അടിക്കുക, ക്രെഡിറ്റ്. അതായത് പർച്ചേസ് ചെയ്യുമ്പോൾ വരുന്നത് പർച്ചേസ് അക്കൗണ്ട് ഇട്ടിട്ട് ഒരു സപ്ലയറാണ്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് മോഡ് മാത്രം മാറ്റിയുള്ളൂ, ഞാൻ ബാക്ക് പോയില്ല. അതായത് വൗച്ചറിന് ബാക്ക് പോയില്ല. നേരത്തെ എൻട്രി തന്നെ ഞാൻ മോഡ് മാറ്റിയുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡെബിറ്റും ക്രെഡിറ്റൊക്കെ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ പറയുകയാണ്. അപ്പോൾ എലിഫൻ്റ് അസോസിയേഷൻ കൊടുക്കുക. ഇനി എൻ്റർ അടിച്ച് പോവുക. പാർട്ടി ഡീറ്റെയിൽസ് ഒക്കെ അഗെയിൻസ്റ്റ് ന്യൂ റെഫറൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കും. അതൊക്കെ എൻ്റർ അടിച്ച് പോവുക. പർച്ചേസ് വരും. പർച്ചേസ് അക്കൗണ്ട് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നെയിം ഓഫ് ഐറ്റം, ഇവിടെയാണ് ഞാൻ പറഞ്ഞത് അക്കൗണ്ടിങ് വൗച്ചറിൽ നമുക്ക് വേണമെങ്കിൽ ഐറ്റം വൈസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ എലിഫൻ്റ് കേക്ക് കൊടുത്താൽ നമുക്ക് അത് വെച്ച് നമുക്ക് എൻ്റർ ചെയ്ത് നമുക്ക് എന്താ പറയുക നമ്മുടെ ഗോഡൗണിൽ സ്റ്റോക്ക് കയറ്റാൻ പറ്റും. ഇത് ഞാൻ എൻ്റർ ചെയ്യുന്നൊന്നുമില്ല. ബാക്കി എൻ്റർ അടിച്ച് കഴിഞ്ഞ് നരേഷനും കൊടുത്തു കഴിഞ്ഞാൽ ആക്സെപ്റ്റ് കൊടുത്താൽ ഈ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യും. പക്ഷേ ഇത് നമ്മൾ ഡബിൾ എഫക്റ്റ് വരണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ ഇതിപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ബാക്ക് അടിക്കുകയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. റെസിപ്റ്റ് ഓഫ് അഡ്വാൻസ് ഫ്രോം ലുലു ഇൻ ഫെഡറൽ ബാങ്ക്. ഓക്കെ, അതായത് നമ്മൾ ലുലു മാർക്കറ്റ്, ലുലു എന്ന് പറയുന്നത് നമ്മുടെ ഒരു കസ്റ്റമറാണ്. സോ അവർക്കിടയിൽ നിന്ന് നമ്മൾ സെയിൽ നടത്തുന്നതിന് മുമ്പ് അവരുടെ നിന്ന് കുറച്ച് അഡ്വാൻസ് നമ്മൾ വാങ്ങിച്ചു. സോ അതെങ്ങനെ റെക്കോർഡ് ചെയ്യും? അഡ്വാൻസ് കിട്ടുന്നത് എവിടെ? റെസിപ്റ്റ് വൗച്ചറിലാണ്. ഡേറ്റ് കൊടുക്കുക 19-ാം തീയതിയാണ്. ഇതിൽ റെസിപ്റ്റാണ്. സോ ആദ്യം വരുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റ് ആയിരിക്കും, അവരുടെ നിന്നാണ് കിട്ടുന്നത്. ഡബിൾ എൻട്രി ആയിട്ടായിരിക്കും നമ്മൾ ഇനി എല്ലാ ഇതും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ജേണൽ എൻട്രി കൂടി നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാവുന്നതാണ്. സോ റെസിപ്റ്റ് കിട്ടി. ലുലുവിൻ്റെ നിന്ന് കിട്ടിയത് ഏകദേശം 2,500. സോ ഇവിടെ നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ഈ കിട്ടിയത് നമുക്ക് ഏതെങ്കിലും ഒരു ഇതായിട്ട്, അതായത് നമുക്ക് അഡ്വാൻസ് ആയിട്ട് ഏതെങ്കിലും ഒരു ഭാവിയിൽ വരുന്ന സെയിൽസിന് അഡ്വാൻസ് ആയിട്ട് റെക്കോർഡ് ചെയ്യണം. ഞാൻ ഇപ്പോൾ ഓൺ അക്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ വേറെ ഒന്നല്ല, അത് വേറെ ഒരു റെഫറൻസ് ഒന്നും ഉണ്ടാവില്ല. അത് ജസ്റ്റ് ഒരു എൻട്രി ആയിട്ട് പോസ്റ്റ് ചെയ്ത് പോകും. ന്യൂ റെഫറൻസ് ആണെങ്കിൽ എന്താ പറയുക, ഒരു അഡ്വാൻസിന് ഏതെങ്കിലും ഒരു നമുക്കൊരു പേയ്മെൻറ്റ് കിട്ടിയതായിട്ട് അത് എന്നിട്ട് നമുക്കൊരു സെയിൽ നടത്തുമ്പോൾ അതായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. പിന്നെ ഒരു അഗെയിൻസ്റ്റ് റെഫറൻസ് ആണ്, നമ്മൾ ഓൾറെഡി ഒരു സെയിൽ നടത്തി അതിന് കിട്ടിയ റെസിപ്റ്റ് ആണോ എന്നുള്ളതാണ് നമ്മൾ അഗെയിൻസ്റ്റ് റെഫറൻസ് എടുക്കുക. നമ്മളിപ്പോൾ കൊടുക്കുന്ന അഡ്വാൻസ് ആണ്, കാരണം നമുക്ക് അഡ്വാൻസ് കിട്ടിയതാണല്ലോ. നെയിം ജസ്റ്റ് 6 കൊടുക്കുകയാണ്, എന്നിട്ട് എൻ്റർ അടിച്ച് പോവുകയാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ സെയിൽ വരുമ്പോൾ കണ്ടോ ഈ അഡ്വാൻസ് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുന്നതാണ്. അങ്ങനെ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഇത് ഞാൻ നരേഷൻ കൊടുക്കുകയാണ്. അഡ്വാൻസ് received from Lulu hypermarket. എൻ്റർ അടിക്കുക, ആക്സെപ്റ്റ് ചെയ്യുക. ഇനി അടുത്ത ട്രാൻസാക്ഷൻ വരുന്നത് പർച്ചേസ് ഓഫ് ഓട്ടോമാറ്റിക് മിക്സർ ഫ്രം A&B കമ്പനി ഫോർ ക്രെഡിറ്റ്. അതായത് വേറൊന്നുമല്ല, ഇവർ ഒരു അസറ്റ് വാങ്ങിച്ചു. ഓക്കെ, 10 ലക്ഷത്തിൻ്റെ ഒരു അസറ്റ് വാങ്ങിച്ചു. അതെങ്ങനെ നമുക്ക് റെക്കോർഡ് ചെയ്യാം എന്ന് നോക്കാം. സോ അസറ്റ് വാങ്ങുമ്പോൾ നോർമലി നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്, അത് ക്രെഡിറ്റിനാണ് വാങ്ങിച്ചത്. സോ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് ജേണൽ എന്ന് പറയുന്ന വൗച്ചറിലാണ്. ഡേറ്റ് കൊടുക്കുക 20/4 നമ്മൾ പർച്ചേസ് ചെയ്ത് അതിൻ്റെ ഡേറ്റ് നമ്മൾ കൊടുക്കുക. സോ ഡെബിറ്റ് വരേണ്ടത് ആ മിക്സറാണ്. നമ്മൾ ഓൾറെഡി മിക്സർ എന്ന് പറയുന്ന ഒരു നമ്മളുടെ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് വേറൊരു അസറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. സോ ഇതിലേക്ക് ഒരു 10 ലക്ഷം കൂടി വരും. എന്നിട്ട് ക്രെഡിറ്റ് വരുന്നത് ABN കമ്പനിയാണ്. അതാദ്യം കൂടെ കൊണ്ട് അതാദ്യം വന്നു എന്ന് മാത്രം. ഇത് വേണമെങ്കിൽ നമുക്ക് അഗെയിൻസ്റ്റ് റെഫറൻസ് ആയിട്ട് കൊടുക്കാം. അഗെയിൻസ്റ്റ് റെഫറൻസ് അല്ല, ന്യൂ റെഫറൻസ് ആയിട്ട് കൊടുക്കാം.
സോ ഇനി നമ്മൾ ഇതിൻ്റെ പേയ്മെൻറ്റ് നടത്തുമ്പോൾ ആ റെഫറൻസ് I2 എന്ന് പറയുന്ന ആ ഒരു എൻട്രിയുടെ ഇതായിട്ട് സെറ്റ് ഓഫ് ABM കമ്പനിയായിട്ട് സെറ്റ് ഓഫ് ചെയ്യും. ഇപ്പോൾ ABM ആയിട്ട് വേറൊരു ട്രാൻസാക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു 21 ഏപ്രിലിന് വേറൊരു ട്രാൻസാക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. സോ അത് നമ്മൾ കൊടുക്കേണ്ടത് റെഫറൻസ് 2 ആയിരിക്കും, അല്ല 3 ആയിരിക്കും. 3 എന്ന് പറയുന്ന റെഫറൻസ് കൊടുക്കുക. സോ നിങ്ങളൊരു പേയ്മെൻറ്റ്, ഇപ്പോൾ നമ്മളൊരു പേയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ABMന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നത് ഈ 10 ലക്ഷത്തിൻ്റെ മാത്രമാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നുള്ളൂ എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ 10 ലക്ഷത്തിൻ്റെ ആ ഒരു ഇതായിട്ട് ആ ഒരു എന്താ പറയുക ഡ്യൂ ആയിട്ട് നമുക്ക് അത് സെറ്റ് ഓഫ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നാളെ, അതായത് 21-ാം തീയതി ചെയ്ത ഒരു ട്രാൻസാക്ഷൻ്റെ പേയ്മെൻറ്റ് എപ്പോഴാണോ കൊടുക്കുന്നത് അതനുസരിച്ച് നമുക്കത് ചെയ്യാവുന്നതാണ്. ഇത് നമുക്കൊരു ട്രാക്ക് വയ്ക്കാനാണ് നമ്മൾ ഈ അഗെയിൻസ്റ്റ് റെഫറൻസ്, ന്യൂ റെഫറൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിന് ശേഷം കൊടുക്കാം ഫിക്സഡ് അസറ്റ് പർച്ചേസ്. ഓക്കെ, സോ ഇനി അടുത്തതിലേക്ക് പോവാണ്. അഡ്വർടൈസ്മെൻറ്റ് ഏഷ്യാനെറ്റ് TV പെയ്ഡ് ത്രൂ ബാങ്ക് വഴി എങ്ങനെയാണ് നമ്മൾ ബാങ്ക് വഴി നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് പേ ചെയ്തു. അത് വരുന്നത് പേയ്മെൻറ്റ് വൗച്ചറിലാണ് വരുന്നത്. ഡേറ്റ് കൊടുക്കാം 21/4. അഡ്വർടൈസ്മെൻറ്റ് തന്നൊരു എക്സ്പെൻസ് ഉണ്ട്, 1,50,000 വരുന്നത്. പേ ചെയ്തേക്കുന്നത് ബാങ്ക് വഴിയാണ്, ഫെഡറൽ ബാങ്ക് വഴിയാണ് പേ ചെയ്തേക്കുന്നത്. സോ നമ്മളത് നരേഷൻ കൊടുക്കാം, ചെക്ക് കാര്യങ്ങളും കൊടുക്കാം. ഓക്കെ, നരേഷൻ ഞാൻ കൊടുത്ത് ബീങ് അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് പെയ്ഡ് ത്രൂ ബാങ്ക്. ഓക്കെ, ഇനി അടുത്തൊരു എൻട്രി എന്ന് പറയുന്നത് 22/4 സെയിൽ ഓഫ് 250 ബോക്സ് ഓഫ് സാൻഡൽവുഡ്. നമ്മളിനി ഒരു സെയിൽ നടത്താൻ പോകണം. സോ നമ്മൾ പർച്ചേസ് റെക്കോർഡ് ചെയ്ത പോലെ തന്നെ ഏകദേശം സിമിലറാണ് നമ്മുടെ സെയിൽസ് വൗച്ചർ. ഇതിൽ നമുക്ക് വേണമെങ്കിൽ പാർട്ടിയെ സെലക്ട് ചെയ്യാം. നമ്മൾ ആ ലുലുക്ക് നമ്മൾ നേരത്തെ ഒരു അഡ്വാൻസ് കിട്ടിയല്ലോ, അതിൻ്റെ സെയിൽ ഇപ്പോഴാണ് നമ്മൾ നടത്തുന്നത്. സോ ലുലു ഹൈപ്പർ മാർക്കറ്റ് എന്ന പാർട്ടിയെ സെലക്ട് ചെയ്യാം. എന്നിട്ട് സെയിൽസ് ലെഡ്ജർ നമ്മൾ എടുക്കുക. സെയിൽസ് എന്ന് പറയുന്ന ഒരു ലെഡ്ജർ ക്രിയേറ്റ്, നമ്മൾ പർച്ചേസ് അക്കൗണ്ട് ക്രിയേറ്റ് ഇല്ല, അതുപോലെ തന്നെ സെയിൽസിന് ഒരു സെയിൽസ് ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുന്ന ഒരു ഇതാണ് കൊടുക്കുന്നത്. സോ നമ്മളിവിടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഏതിലാണ് നമ്മുടെ സ്റ്റോക്ക് ഉള്ളത് എന്ന് കാണാൻ പറ്റും. മെയിൻ ലൊക്കേഷനിലാണ് നമ്മുടെ സ്റ്റോക്ക് ഉള്ളത്. സോ ആ സ്റ്റോക്കിൽ നമ്മൾ ഏകദേശം 250 ഇത് കൊടുക്കുകയാണ്. ഏകദേശം റേറ്റ് വരുന്നത് $200 വെച്ചിട്ടാണ് നമ്മൾ റേറ്റ് കൊടുക്കുന്നത്. സോ 50,000 സെയിലാണ് നമ്മൾ നടത്തുന്നത്. ഇനി എൻ്റർ അടിച്ച് കഴിയുമ്പോൾ എൻഡ് ഓഫ് ദ ലിസ്റ്റ് കൊടുക്കാം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടു അഡ്വാൻസ് നമ്മൾ സെറ്റ് ഓഫ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ അഗെയിൻസ്റ്റ് റെഫറൻസിൽ കണ്ടോ, ഇവിടെ ഓൾറെഡി ഒരു അഡ്വാൻസ് കിടക്കുന്നുണ്ട്. ആ 2,500 രൂപ അത് നമുക്ക് ഇതായിട്ട് സെറ്റ് ഓഫ് ചെയ്യണം. കാരണം ഈ 2,500 രൂപ ഈ സെയിലായിട്ട് ബന്ധപ്പെട്ടതാണ്, ഈ സെയിലിന് വേണ്ടി അവർ തന്നതാണ്. സോ 2,500 രൂപ ഇങ്ങനെ സെറ്റ് ഓഫ് ചെയ്യും. അതായത് ഇനി നമുക്ക് ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ നിന്ന് കിട്ടാനുള്ളത് 47,500 ആയിരിക്കും. ഓക്കെ, അതിപ്പോൾ ജസ്റ്റ് അറിയണമെങ്കിൽ കണ്ടോ, ഇവിടെ ലുലുവിൻ്റെ ലെഡ്ജർ നമ്മൾ വേറെ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ ഇവിടെ കാണാൻ പറ്റും. ആ 2,500 സെറ്റ് ഓഫ് ആയിട്ട് 47,500 ആണ് കറണ്ട് ബാലൻസ് ആയിട്ട് വന്നേക്കുന്നത്. സോ സെയിൽ നമ്മൾ റെക്കോർഡ് ചെയ്തു. സെയിലും നമുക്ക് ഇതുപോലെ തന്നെ മോഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അക്കൗണ്ടിങ് ഇൻവോയ്സ് ആയിട്ട് നമുക്ക് എന്താ പറയുക, ഐറ്റം വൈസ് അല്ലാതെ നമുക്ക് സെയിൽ വേണമെങ്കിൽ നടത്താൻ പറ്റും. അത് ഹൗസ് വൗച്ചറായിട്ട് ഡബിൾ എൻട്രി രീതിയിൽ നമുക്ക് സെയിൽ നടത്താൻ പറ്റും. ഞാനിപ്പോൾ അത് പിന്നെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നില്ല, ഞാൻ പർച്ചേസിൻ്റെ കേസിൽ ഞാൻ അത് ഓൾറെഡി കാണിച്ചു തന്നതാണ്. ഇനി നമുക്ക് വരുന്ന 2 കേസാണ് പർച്ചേസ് റിട്ടേണും സെയിൽസ് റിട്ടേണും. ഓക്കെ, ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞു പർച്ചേസ് റിട്ടേൺ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഏതിലാണ്, ഡെബിറ്റ് നോട്ടാണ്. സോ ഡെബിറ്റ് നോട്ട് നമുക്ക് ഇവിടെ അതർ വൗച്ചേഴ്സിൽ F10 അടിച്ചാൽ അതർ വൗച്ചേഴ്സ് കിട്ടും. ഇതിൽ നമുക്ക് ഡെബിറ്റ് നോട്ട് സെലക്ട് ചെയ്യാം.
സെയിം നമ്മുടെ പർച്ചേസ് പോലെ തന്നെയാണ് ഏകദേശം ഫോർമാറ്റ്. നമ്മുടെ മോഡ് മാറ്റിയാലും 3 മോഡ്സ് കിട്ടും. അതായത് നമ്മുടെ ഇൻവോയ്സ് വൈസ്, വൗച്ചർ വൈസും ഇതൊക്കെ ആയിട്ട്. സോ ഞാനിപ്പോൾ എങ്ങനെയാണ് ഡെബിറ്റ് നോട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചത്. സോ പർച്ചേസ് റിട്ടേൺ ആണ്, അതായത് നമ്മൾ പർച്ചേസ് ചെയ്ത് തൃശ്ശൂർ എലിഫൻ്റ് അസോസിയേഷനാണ്. തൃശ്ശൂർ എലിഫൻ്റ് അസോസിയേഷനിൽ നിന്ന് എലിഫൻ്റ് കേക്ക് വാങ്ങിച്ചിരുന്നു. ബട്ട് കുറച്ച് പ്യുവർ ക്വാളിറ്റി ആയതുകൊണ്ട് ചാണം നമ്മൾ മണത്ത് നോക്കുമ്പോൾ പ്യുവർ ക്വാളിറ്റി ആണെന്ന് വിചാരിക്കാം. സോ അതുകൊണ്ട് നമ്മളത് തിരിച്ചു കൊടുക്കുകയാണ്. സോ പർച്ചേസ് അക്കൗണ്ട് പോലെ തന്നെ ഇവിടെ പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അതിൽ വേണം നമ്മൾ റെക്കോർഡ് ചെയ്യാൻ. സോ എലിഫൻ്റ് കേക്കാണ് നമ്മൾ തിരിച്ചു കൊടുത്തിട്ടുള്ളത്. ഗോഡൗൺ വരുന്നത് ഏതിലാണ്? നമ്മൾ തൃശ്ശൂർ എന്ന് പറയുന്ന ഗോഡൗണിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്തത്. സോ തൃശ്ശൂർ ഗോഡൗണിൽ നിന്ന് നമ്മൾ ഏകദേശം 500 കിലോ റിട്ടേൺ 10 രൂപയ്ക്ക് അല്ല, നമ്മൾ 25 രൂപയ്ക്കാണ് അത് റിട്ടേൺ ചെയ്തത്. സോ 50 രൂപയ്ക്കാണ് നമ്മളത് റിട്ടേൺ ചെയ്തത്. ഓക്കെ, എൻ്റർ അടിക്കുകയാണ്. നമുക്ക് ഇവിടെ എഗെയിൻസ്റ്റ് റെഫറൻസ്, അതായത് പർച്ചേസ് റിട്ടേൺ പോയത് ഏത് പർച്ചേസിനാണ് നമ്മൾ, അതായത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ 18-ാം തീയതി പർച്ചേസ് നടത്തി. സോ ആ പർച്ചേസിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ 25/4 പർച്ചേസ്. സോ അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ പേയ്മെൻറ്റ് സെറ്റ് ഓഫ് ചെയ്താലേ പർച്ചേസ് റിട്ടേൺ നമുക്ക് അതിനെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. സോ അത് കൊടുക്കുക, അത് കുറച്ചിട്ടുള്ള എമൗണ്ട് നമ്മൾ കൊടുത്താൽ മതി. നരേഷനിൽ പർച്ചേസ് റിട്ടേൺ ഓഫ് പർച്ചേസ് റിട്ടേൺ ടു തൃശ്ശൂർ അസോസിയേഷൻ. ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പർച്ചേസ് റിട്ടേൺ റെക്കോർഡ്. അടുത്ത വരുന്ന ലാസ്റ്റ് എന്ന് പറയുന്നത് സെയിൽസ് റിട്ടേൺ ആണ്. അതായത് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സെയിൽസ് റിട്ടേൺ വന്നു. സോ നമ്മളത് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് ക്രെഡിറ്റ് നോട്ടിലാണ്. സോ ക്രെഡിറ്റ് നോട്ടിൽ നമ്മളത് റെക്കോർഡ് ചെയ്യുന്നു. ആദ്യം പാർട്ടിയുടെ പേര് ലുലു ഹൈപ്പർ മാർക്കറ്റ് കൊടുക്കുന്നു. ലെഡ്ജറിൽ സെയിൽസ് റിട്ടേൺ നമ്മൾ സെലക്ട് ചെയ്യുന്നു. സെയിൽസ് പോലെ സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്ന ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. വേറെ ഒന്നുമില്ല, അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നോക്കുക സെയിൽസ് റിട്ടേൺ സെയിൽസിൻ്റെ അക്കൗണ്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ കാറ്റഗറിയുടെ അടിയിൽ തന്നെ ആയിരിക്കണം സെയിൽസ് റിട്ടേണും. അതുപോലെ പർച്ചേസ് റിട്ടേൺ വരുന്നത് പർച്ചേസ് അക്കൗണ്ട് എന്ന് പറയുന്ന കാറ്റഗറിയുടെ അടിയിൽ തന്നെ ആയിരിക്കണം. ഇവിടെ നമ്മൾ കൊടുക്കാൻ പോകുന്നത് സാൻഡ്വിച്ച് സ്റ്റിക്കാണ്. നമ്മൾ മെയിൻ ലൊക്കേഷനിൽ നിന്നാണ് നമ്മളത് സെയിൽ നടത്തിയത്. അപ്പോൾ മെയിൻ ലൊക്കേഷനിലേക്ക് തന്നെയാണ് നമ്മളത് തിരിച്ചുകൊണ്ടുവരുന്നത്. ക്വാണ്ടിറ്റി ആയിട്ട് വരുന്നത് 15 ബോക്സ് നമ്മൾ കൊണ്ടിട്ടാണ്. ഏകദേശം 66.67 രൂപയ്ക്കാണ് നമ്മളത് തിരിച്ചെടുക്കുന്നത്. 100 അടിക്കാണ് ഇത്രയാണ് വരുന്നത്. നമ്മൾ ഇവിടെ നമുക്ക് എഗെയിൻസ്റ്റ് റെഫറൻസ് കൊടുക്കാം. അതായത് 47,500 നിന്ന് പിന്നെ ഒരു സെയിൽസ് റിട്ടേൺ 1000 രൂപ വന്നു. അപ്പോൾ അതും കൂടി കുറച്ചിട്ട് ഏകദേശം ലുലു ഹൈപ്പർ മാർക്കറ്റിന് 46,500 ആയിരിക്കും നമുക്ക് ഇനി അവിടെ നിന്ന് കിട്ടാനുള്ള രീതിയിൽ നമ്മൾ കാണിക്കും. കാരണം സെയിൽസ് റിട്ടേൺ സെയിൽസിൽ നിന്ന് കുറയണമല്ലോ കിട്ടാനുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ നരേഷനായിട്ട് കാണിക്കുകയാണ് സെയിൽസ് റിട്ടേൺ ഫ്രം ലുലു ഹൈപ്പർ മാർക്കറ്റ് എൻ്റർ ചെയ്യാം. അപ്പോൾ അതും റെക്കോർഡ് ചെയ്യാം. സോ ഇനിയുള്ള നമുക്ക് കുറച്ച് 1-2 വൗച്ചേഴ്സും കൂടിയുണ്ട്. അതായത് ഈ 2 വൗച്ചേഴ്സ് അവസാനം ഇൻവെൻറ്ററി വൗച്ചേഴ്സ് കൂടിയാണ്. സോ നമുക്ക് ആദ്യം ഫിസിക്കൽ വൗച്ചറിലേക്ക് പോകും. ഇത് നമ്മളിപ്പം 21-ാം തീയതി ഫിസിക്കൽ വൗച്ചേഴ്സ് എൻ്റർ ചെയ്താൽ എങ്ങനെയായിരിക്കും എന്ന് കാണാം. സോ ആദ്യം ഐറ്റത്തിൻ്റെ പേര് എലിഫൻ്റ് കേക്ക് 27,400 ഉണ്ട്. ഗോഡൗൺ തൃശ്ശൂർ നമ്മൾ സെലക്ട് ചെയ്യാണ്. സോ തൃശ്ശൂർ നമ്മൾ ക്വാണ്ടിറ്റി കൊടുക്കുന്നത് 150 ആണ്. നമ്മൾ ഫിസിക്കലി കഴിയുമ്പോൾ നമ്മൾ പറയാണ് 15,000 കിലോ ഉള്ളൂ എന്നുള്ളത്. ഞാനിത് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതെന്താ ഇഷ്യൂ എന്ന് വെച്ചാൽ ഞാൻ ഇത് ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ കയ്യിൽ ആക്ച്വലി കുറച്ച് കൂടുതലുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഫിസിക്കലി എണ്ണിയപ്പോൾ 15,000 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താ ഇഷ്യൂ വരുന്നതെന്ന് വെച്ചാൽ ഞാനിവിടെ സ്റ്റോക്കിൻ്റെ സമ്മറി എടുക്കാൻ പോവുകയാണ്. ഇൻവെൻറ്ററി ബുക്സിൽ സ്റ്റോക്ക് ഗ്രൂപ്പ് സമ്മറി കൊടുക്കുക. സ്റ്റോക്ക് ഐറ്റം സമ്മറി കൊടുക്കുക. എലിഫൻ്റ് കേക്ക് കൊടുക്കുക. ഇപ്പോൾ ഉണ്ടോ നമ്മൾ 15,000 ക്ലോസിംഗ് ബാലൻസ് 200. അപ്പോൾ നമ്മൾ 24,500 ഉണ്ടായിരുന്നു ആക്ച്വലി.
പക്ഷേ നമ്മൾ എന്താ പറയുക, ക്ലോസിങ് നമ്മൾ ഫിസിക്കലി എടുത്തപ്പോൾ 15,000 നമ്മൾ കാണിച്ചുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താ ഇഷ്യൂ എന്ന് വെച്ചാൽ ഈ ഔട്ട്വേർഡ് 9,500, അതായത് നമ്മൾ ഫിസിക്കലി എടുത്തപ്പോൾ കുറവായതുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം ഔട്ട്വേർഡായി എന്ന് പറഞ്ഞാണ് അവർ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് ഈ ഒരു എൻട്രി ഡിലീറ്റ് ചെയ്താൽ നമുക്ക് പിന്നെ നമ്മുടെ ഒറിജിനൽ സ്റ്റോക്ക്, നമ്മുടെ ബുക്ക് വൈസ് ഉള്ള സ്റ്റോക്കിലേക്ക് ഇവിടെ തിരിച്ചെത്തുന്നതാണ്. 24,700 അവിടെ ബാലൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആ 200 രൂപ മുകളിൽ കയറി ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് അടുത്ത കേസ്, അതായത് നമ്മൾ അതർ വൗച്ചേഴ്സ് സ്റ്റോക്ക് ജേണൽ ഞാൻ നേരത്തെ ജസ്റ്റ് സൂചിപ്പിച്ചായിരുന്നു. അതായത് ഒരു ഗോഡൗണിൽ നിന്ന് വേറെ ഗോഡൗണിലേക്ക് നമ്മൾ സ്റ്റോക്കിനെ മാറ്റുന്നതാണ്. സോ നമ്മൾ നേരത്തെ തൃശ്ശൂർ ഗോഡൗണിലേക്ക് ഒരു പർച്ചേസ് നടത്തിയിരുന്നു, പക്ഷേ അത് ആക്ച്വലി നമുക്ക് മെയിൻ ലൊക്കേഷനിലേക്ക് മെയിൻ ഗോഡൗണിലേക്ക് കൊണ്ടുവരണം. സോ ഞാൻ അത് ആദ്യം ഐറ്റം സെലക്ട് ചെയ്യാണ്, എലിഫൻറ്റ് കേക്ക്. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ആദ്യം ഏത് ഗോഡൗൺ ആണെന്നാണ്. സോ ഗോഡൗണിൻ്റെ പേര് കൊടുക്കാം, 24,700 സോറി 24,500 വരുന്നത്. റേറ്റ് ഇതൊക്കെ തന്നെ നമ്മൾ കൊടുക്കുകയാണ്, എൻ്റടിക്കുകയാണ്. ഇനി ഡെസ്റ്റിനേഷൻ, ഏത് ഡെസ്റ്റിനേഷനിലാണ് അത് ആദ്യം എലിഫൻറ്റ് കേക്ക് കൊടുക്കുക. നമ്മൾ മെയിൻ ലൊക്കേഷനിലേക്കാണ് അത് കൊണ്ടുവരുന്നത്, കാരണം അവിടെ 200 ഓൾറെഡി ഉണ്ട്. ഫുൾ കൊണ്ടുവരണം കൊടുക്കുക, ആക്സെപ്റ്റ് കൊടുക്കുക, നരേഷൻ അല്ലെങ്കിൽ നരേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ ആക്സെപ്റ്റ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ ലൊക്കേഷനിലേക്ക് തൃശ്ശൂരുള്ള സ്റ്റോക്ക് ട്രാൻസ്ഫർ ആയതായിട്ട് നമ്മൾ കാണിക്കുന്നു. ഓക്കെ, സോ ഇതാണ് സ്റ്റോക്ക് ജേണലിൻ്റെ ഉപയോഗം. സോ ഏകദേശം നിങ്ങൾക്ക് എന്താ പറയുക, വൗച്ചർ എൻട്രീസ് ഇടുന്നതിൻ്റെ ബേസിക്സ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇതല്ലാതെ ഇനി കുറച്ചുകൂടി കോംപ്ലക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാവുന്നതാണ്. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് തരാം. അതായത് നമുക്ക് മെയിനായിട്ട് വരുന്നത് എത്ര വൗച്ചർ ഉണ്ടെന്ന് വെച്ചാൽ 5, 6, 7, 8, 9, 11 ടൈപ്പ് വൗച്ചേഴ്സ് ഉണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് വൗച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വൗച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. അതായത് നമ്മുടെ എക്സ്പോർട്ട് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമുക്ക് വേറെ സെയിൽസ് വേണമെങ്കിൽ നമുക്ക് വേറെ സെയിൽസ് എക്സ്പോർട്ട് സെയിൽസ് വൗച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു വൗച്ചർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ അതൊക്കെ നമ്മുടെ ബിസിനസ്സിൻ്റെ കസ്റ്റമൈസേഷൻ കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ ഏകദേശം നമുക്ക് ഇത്രയും വൗച്ചേഴ്സാണ് ഉള്ളത്. ഇതിൽ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് ആയിട്ടുള്ള കോൺട്രാ വൗച്ചർ വരുന്നത് ബാങ്ക് ക്യാഷ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനാണ്. ക്രെഡിറ്റ് നോട്ട് വരുന്നത് സെയിൽസ് റിട്ടേൺ റെക്കോർഡ് ചെയ്യാനാണ്. ഡെബിറ്റ് നോട്ട് വരുന്നത് എന്താ പറയുക, പർച്ചേസ് റിട്ടേൺ റെക്കോർഡ് ചെയ്യാനാണ്. ജേർണൽസ് വരുന്നത് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ആയ ഡിപ്രിസിയേഷൻ, അതുപോലെ തന്നെ ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ്, ക്രെഡിറ്റ് മുതലായ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാനാണ്. പേയ്മെൻറ്റ് വൗച്ചർ വരുന്നത് എന്താ പറയുക, എക്സ്പെൻസ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ക്രെഡിറ്ററിന് പേയ്മെൻറ്റ് കൊടുത്തു, അതൊക്കെ റെക്കോർഡ് ചെയ്യാനാണ്. പർച്ചേസ് വൗച്ചർ നമുക്ക് എല്ലാവർക്കും അറിയാം, പർച്ചേസ് റെക്കോർഡ് ചെയ്യാനാണ്. റെസിപ്റ്റ് വൗച്ചർ നമുക്ക് സെയിൽ അല്ലെങ്കിൽ കമ്മീഷൻ അല്ലെങ്കിൽ ഇൻകം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാനാണ് റെസിപ്റ്റ് വൗച്ചർ. ഇനി സെയിൽ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സെയിൽസ് റെക്കോർഡ് ചെയ്യാനാണ്. അതിൽ നമുക്ക് പ്രിൻറ്റിങ്ങും നമുക്ക് ബില്ല് ജനറേറ്റ് ചെയ്യണമെങ്കിൽ അത് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറോട് പറഞ്ഞ് അത് കറക്റ്റ് ചെയ്താൽ നമുക്ക് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ഇ വേ ബിൽ പോർട്ടലായിട്ട് കണക്ട് ചെയ്താൽ ഇ വേ ബില്ല് നമുക്ക് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇൻവോയ്സിങ്ങും നമുക്ക് ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ പറ്റും സെയിൽസ് വൗച്ചർ. സോ ഇതൊക്കെ എന്താ പറയുക, ഒരു സോഫ്റ്റ്വെയർ എക്സ്പേർട്ടിനെ അത് നമുക്ക് എനേബിൾ ചെയ്യാനും, അതായത് നമ്മൾ ഈ ഇൻവോയ്സിങ് ആണെങ്കിലും ഇ വേ ബില്ലാണെങ്കിലും അതാത് പോർട്ടൽ GST പോർട്ടലിലേക്ക് നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ കണക്ട് ചെയ്യേണ്ടതായിട്ട്, അതൊക്കെ ഒരു സോഫ്റ്റ്വെയർ എക്സ്പേർട്സിനെ പറ്റുള്ളൂ. സോ ഞാൻ യൂഷ്വലി നമ്മളിവിടെ കോച്ചിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക, എങ്ങനെയാണ് ഈ സോഫ്റ്റ്വെയർ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ്. സോ അത് കഴിഞ്ഞ് വരുന്നതാണ് വൗച്ചേഴ്സ് ആയിട്ടുള്ള ഫിസിക്കൽ സ്റ്റോക്കും സ്റ്റോക്ക് ജേർണലും. ഫിസിക്കൽ സ്റ്റോക്ക് നമ്മൾ ഫിസിക്കൽ കൗണ്ട് എടുക്കുമ്പോൾ നമുക്ക് നമ്മളെടുത്ത ഫിസിക്കൽ കൗണ്ട് അനുസരിച്ച് നമ്മൾ സ്റ്റോക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഐഡിയലി നമ്മുടെ പർച്ചേസ് സെയിൽ നടത്തി വരുമ്പോൾ ഉള്ള സ്റ്റോക്കും ഈ ഫിസിക്കൽ വൗച്ചേഴ്സിൽ ഫിസിക്കൽ വെരിഫിക്കേഷൻ വന്നേക്കണ സ്റ്റോക്കും കറക്റ്റ് ആവണം.
ഇനിയുള്ള ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡാമേജ് കാര്യങ്ങളായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു, അത് ഓട്ടോമാറ്റിക്കലി റെക്കോർഡാവും. ഇനി വരുന്നത് സ്റ്റോക്ക് ജേണലാണ്. സ്റ്റോക്ക് ജേണൽ ഞാൻ പറഞ്ഞു നമുക്ക് 2-3 ഗോഡൗൺസ് ഉണ്ട്. അപ്പോൾ ഗോഡൗണുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് എന്താ പറയുക റെക്കോർഡ് ചെയ്യാനും കാര്യങ്ങൾക്കാണ് സ്റ്റോക്ക് ജേണൽ ഉപയോഗിക്കുന്നത്. സോ ഏകദേശം നിങ്ങൾക്ക് വൗച്ചേഴ്സിന് എങ്ങനെ എൻട്രി ഇടാം മുതലായ കാര്യങ്ങളെല്ലാം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ വൗച്ചേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് തന്നെ നമ്മൾ ലെഡ്ജേഴ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിച്ചു എന്ന് ഞാൻ ഏകദേശം വിശ്വസിക്കുന്നു. ഇനി ഇത് മാത്രമല്ല കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് കുറച്ച് എൻട്രീസൊക്കെ നമുക്ക് പോസ്റ്റ് ചെയ്യാനുണ്ട്. സോ ഐ ഹോപ്പ് ഇന്നത്തെ ക്ലാസ് നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. സോ ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. വീട്ടിൽ പോയി ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ നിങ്ങളുടേതായ ഒരു പുണ്യാള അറുപത്തീസ് പോലുള്ള ഒരു കമ്പനി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ജസ്റ്റ് ഫണ്ണായിട്ട് 1 മണിക്കൂറെങ്കിലും നിങ്ങളുടെ ഈ ഇപ്പോൾ എടുത്തേക്കുന്ന ലെസൺസൊക്കെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ഔട്ട് ചെയ്ത് ഒരു ടാലിയിൽ ഒരു എക്സ്പേർട്ടായി മാറാം. സോ ഐ ഹോപ്പ് ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്.